ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്ത് പറഞ്ഞു എന്നല്ല, എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ്. അപ്പോൾ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത്. പഞ്ചസാര വേണമെന്നാണ്. അവൻ ഞാൻ ബീവിനോട് പറഞ്ഞ, ബീവി പഞ്ചസാര അല്ലേ, അത് മധുരാണല്ലോ, പഞ്ചസാരയായിട്ട് ഞാൻ തന്നെ പോരെയെന്ന് ചോദിച്ചു. എൻ്റെ ബീവിയായി ചെറിച്ച് ആ ചെറിയാണ് വേണ്ടത്, അത്രയേ ഉള്ളൂ സംഭവം, അത്രയേ നോർമലാണ്. ഇത് പഞ്ചസാര ഇന്നലെ 2 കിലോ വാങ്ങിയത്, മെഞ്ഞാന്നലെ 3 കിലോ വാങ്ങിയത്. നമ്മളോട്ട് വലിയ ബദർയുദ്ധം കൊണ്ടുണ്ടാക്കി ഈ സാധുക്കളോട്. സോറി, അത് പൈശാചികമാണ്. നല്ല ഒരു വാക്കുമതി. വല്ലിസാനുൻ ഫസീഹുൻ, സ്വർഗാവകാശിയുടെ ലക്ഷണം എന്താണ്? നല്ലൊരു വാക്ക്, അത് മതി, സാരല്ല. സാധു നേരം വെളുത്ത് അധ്വാനിക്കാൻ പോയി, കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിഷമിച്ച്, ത്യാഗങ്ങളാണ്. ഒരു ഉപ്പ ഒരു ബാപ്പ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളേ ഉള്ളൂ. മോളെ കാര്യം പഠിച്ചവനെ, മോൻ്റെ കാര്യം പഠിച്ചവനെ എന്നുള്ള വേജാറുമായി ബാപ്പ അങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ്. ആ സങ്കടവും പ്രയാസങ്ങളൊക്കെ തലയിലേറ്റ് വലിയ ഭാരവുമായി വീട്ടിലേക്ക് വരുമ്പോൾ, മോളെ നിൻ്റെ തലോടലാണ് വേണ്ടത് മോളെ, മാഷാ അല്ലാഹ് സന്തോഷിപ്പിച്ച് ഒരു ചായ കുടിച്ച്, ചായ വേണോ, ഹോർലിക്സ് വേണോ, ഹോർലിക്സ് ഇല്ലെങ്കിൽ ചോദ്യം മോശമാക്കണ്ട. അങ്ങനെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത്രയുള്ള കുടുംബജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് രസകരമായിട്ട്. സ്വന്തം ഭാര്യയോട്, ഭർത്താവിനോട് നല്ലൊരു വാക്ക് പറയുക. ചിലരെങ്കിലുണ്ട്, ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് നല്ലൊരു വർത്താനം ഭാര്യയോട് പറയാത്തതിൻ്റെ പേരിൽ എത്രയോ കണ്ണീര് കുടിക്കുന്ന ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാരൊക്കെ നല്ലവരാണ്, ദീനുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഖുർആനുണ്ട്, വഅളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വന്തം ഭാര്യയോട് നല്ലൊരു വാക്ക് പറയാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് വല്ലാത്ത സന്തോഷത്തോടുകൂടെ പെരുമാറുകയാണ്. ഭാര്യമാരെ ഇന്നും അടിമകളാക്കിയിട്ട് നടത്തുന്നവരില്ലേ? അങ്ങനെ പാടില്ല എന്നോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നല്ലൊരു വാക്ക് പറയണം. മിക്കവാറും കുടുംബകലഹങ്ങൾ കാരണം നല്ലൊരു സംസാരകാലത്താണ്, നല്ലൊരു വാക്ക് പറയാൻ കഴിയാത്തതാണ്. ഭർത്താവിന് കഴിയുന്നില്ല, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല, അത് സാരല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരോടും നല്ലൊരു വാക്ക് പറയുക, അത്രേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല പെരുമാറുക. ഭാര്യമാരെ അടിമകളാക്കി നിർത്താൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നല്ലൊരു വാക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനവനെ കല്യാണം കഴിച്ചേ? അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല വാക്ക് പറയുക. തെറ്റുകളുണ്ടാവണം, സാരല്ല മോളെ, അള്ളാഹു റാഹത്താക്കട്ടെ. അതൊരു വാക്ക് മതി, പുഞ്ചിരിയും മതി. ഒരു കുടുംബകലയുടെ ഉണ്ടാവില്ല. ഭർത്താവിന് തെറ്റ് വന്നാൽ ഭാര്യമാർ സാരല്ല, ഒന്ന് തലൊഴിഞ്ഞ് കൊടുത്ത് സാരല്ല, അള്ളാഹു റാഹത്താക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ചായയും കൊടുത്ത് ഒരു ഓർഡേഴ്സും കൊടുത്താൽ തീരുന്ന വിഷയം ഉണ്ടാവും. ഇതൊന്നായിട്ട് പഞ്ചായത്ത് പിന്നെ പഞ്ചായത്താക്കി ആളുകൾ വന്ന് കോളായി, കോടതി കയറി വക്കീലന്മാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ നോർമൽ കേസാണ് ഏത് കുടുംബത്തിലെ വിഷയത്തിൽ. പരിശുദ്ധ ഖുർആൻ തീരുമാനം പറയാത്തൊരു കേസും ഒന്നുമില്ല എന്നാണ്. ഖുർആനിലേക്ക് മടങ്ങിയാൽ തീരുമാനിക്കാൻ കഴിയാത്തൊരു വിഷയം മോമിനിങ്ങൾക്കില്ല, ലോകത്തിനില്ല. ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ് ഇതിന് ഖുർആൻ ആദ്യം മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യന്മാരാണ്, തെറ്റ് പാലയിലുണ്ടാവും, അത് സമ്മതിച്ചാൽ മതി. ആരും ഇവിടെ പ്രവാചകന്മാരൊന്നുമല്ല, തെറ്റിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. മിക്കവാറും കുടുംബങ്ങൾ വേഗം തീർക്കാൻ കഴിയും. എത്ര കേസുകളാണ് റഹ്മാനായ റബ്ബ് കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. ആരാ ഉത്തരവാദി? നമ്മൾ തന്നെയാണ് ഉത്തരവാദി. ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ? ഖുർആനിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ മുഅ്മിനീങ്ങളെ? ഇല്ല. ഹദീസിലേക്ക് വന്നാൽ മുസ്തഫ നബി നമ്മുടെ മുസ്തഫൻ റസൂലുള്ളാഹിന്റെ മുഴുവൻ ജീവിതങ്ങളും നമുക്ക് പാഠങ്ങളാണ്.
അപ്പോൾ മോമിനിയുടെ മുമ്പിൽ ഏത് വിഷയങ്ങൾ വന്നാലും നമ്മുടെ മുമ്പിൽ ഖുർആനുണ്ട്, നമ്മുടെ മുമ്പിൽ ഹദീസുണ്ട്. അതങ്ങ് നോക്കി പറഞ്ഞാൽ മതി, അത് എന്തിനും വിഷയം പരിഹാരമാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബജീവിതം നല്ലൊരു വാക്ക് മതി. പലരും ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹോദരന്മാരും നമ്മൾക്കകത്ത് വരുന്ന സമയത്ത് പറയുന്നൊരു കേസാണ്, തങ്ങളെ ഒന്നും വേണ്ട, എൻ്റെ പിയ്യാപ്പിള നല്ല ഇൽമുള്ള ആളാണ്, അറിവുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, BA ഉള്ള ആളാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, മുരിയാരാണ്. പക്ഷേ അവനവൻ്റെ ഭാര്യമാരോട് വീട്ടിൽ വന്നിട്ട് നല്ലൊരു വർത്താൻ വയ്യാൻ കഴിയില്ലെങ്കിൽ, നല്ലൊരു വാക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്ത് പറഞ്ഞു എന്നല്ല, എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ്. അപ്പോൾ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത്. അവരോട് നല്ലൊരു വാക്കെന്ന് പറയാം. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇടയ്ക്കൊക്കെ തമാശ ഭാര്യയോട് പറയുക, നമ്മൾ ചിരിച്ചാൽ തന്നെ മതി, ആയിട്ടൊക്കെ ചെറിയ വരും. സാധുക്കളാണ് ഈ പെണ്ണുങ്ങളൊക്കെ. നോർമലി പൊതുവെ എല്ലാ പെണ്ണുങ്ങളും സാധുക്കളാണ്. അങ്ങനെ തന്നെ കാണണം. ഒന്ന് ചിരിച്ചാൽ തന്നെ ഭാര്യ ചിരിച്ചു പോകും. ഒരു തമാശ പറയാൻ നമ്മളെ ഉപയോഗപ്പെടുത്തുക. ഞാനിടയ്ക്കൊക്കെ തമാശ അറിയാം, അതുകൊണ്ട് പ്രശ്നമില്ല, ഇഷ്ടമാണുള്ള വഴികൾ നമ്മൾ എന്ത് തെറ്റാണ് അതാ പലപ്പോഴും. അവളോട് തെറ്റാനെന്ത് മാർഗം എന്നുള്ള ചിന്തിക്കില്ല, സ്നേഹത്തോടെ ജീവിച്ചു പോകാൻ എന്ത് വകുപ്പുണ്ട് നമ്മൾ ചിന്തിക്കണം. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ഞാൻ എൻ്റെ ഭാര്യ ദിവസം എന്നോട് കൊടുവള്ളി എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ചോദിച്ചു എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു ഭാര്യയോട്, ബീവിനോട്. ബീവി പറഞ്ഞ എല്ലാം ഉണ്ട്, പഞ്ചസാര വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബീവിനോട് പറഞ്ഞ, ബീവി പഞ്ചസാര അല്ലേ, അത് മധുരമാണല്ലോ, പഞ്ചസാരയായിട്ട് ഞാൻ തന്നെ പോരെയെന്ന് ചോദിച്ചു. എൻ്റെ ബീവിയായി ചെറിച്ച് ചെറിയാണ് വേണ്ടത്, അത്രയേ ഉള്ളൂ സംഭവം, അത്രയേ ഉള്ളൂ, നോർമലാണ്. ഇത് പഞ്ചസാര ഇന്നലല്ലേ 2 കിലോ വാങ്ങിയത്, മെഞ്ഞാന്നല്ലേ 3 കിലോ വാങ്ങിയത്. നമ്മളോട്ട് വലിയ ബദർയുദ്ധം കൊണ്ടുണ്ടാക്കി ഈ സാധുക്കളോട്. സോറി, അത് പൈശാചികമാണ്. നല്ല ഒരു വാക്കുമതി. വല്ലിസാനുൻ ഫസീഹുൻ, സ്വർഗാവകാശിയുടെ ലക്ഷണം എന്താണ്? നല്ലൊരു വാക്ക്, അത് മതി. സാരല്ല എന്ന് പറയുമ്പോൾ തന്നെ അതുങ്ങളാണ്. ഒരു ഭാര്യ കാല് പിടിച്ച് ഭർത്താവിനോട് പറയാണ്, തെറ്റെന്തെങ്കിലും സംഭവിച്ചു പോയി, മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാലോ, ആരാ അവിടെ തെറ്റ് ചെയ്യാത്തത്? അപ്പോൾ കാല് പിടിച്ച് ഭാര്യ പറയുമ്പോൾ പൊരുത്തപ്പെട്ട് കൊടുക്കാത്ത ഭർത്താക്കന്മാരില്ലേ, അതാ പറയുന്നത്. അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ വസ്തൗസു ബിന്നിസായി ഹൈറ, പെണ്ണുങ്ങൾ സാധുക്കളാണ്, ഓലങ്ങൾ നല്ലോണം സന്തോഷത്തോടെ നിങ്ങൾ കൊണ്ടുകിടക്കുക നമ്മളെ ഏൽപ്പിച്ചതാണ്. ഇനി അങ്ങനെ നമ്മൾ അവരോട് ഇങ്ങനെ ഒന്നും പോകരുത്, നമ്മൾ റാഹത്തായി നിൽക്കുക. തിരിച്ചിങ്ങോട്ടോ ഭാര്യമാർ ഭർത്താക്കന്മാരോട് നല്ലൊരു വാക്ക് വർത്താനം, നല്ലൊരു സംസാരം, ഭർത്താവിന് വേണ്ടി ചമഞ്ഞൊരുങ്ങുക, അത് ഭാര്യ ചെയ്യേണ്ടതാണ്. ഭാര്യയ്ക്ക് സന്തോഷിപ്പിക്കാൻ കഴിയല്ലോ, സന്തോഷിപ്പിക്കുക നല്ലൊരു വാക്ക് കൊണ്ട് തന്നെ, അത് മതി. സാധു നേരം വെളുത്ത് അധ്വാനിക്കാൻ പോയി, കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിഷമിച്ച്, ത്യാഗങ്ങളാണ്. ഒരു ഉപ്പ ഒരു ബാപ്പ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളേ ഉള്ളൂ. മോളെ കാര്യം പഠിച്ചവനെ, മോൻ്റെ കാര്യം പഠിച്ചവനെ എന്നുള്ള വേജാറുമായി ബാപ്പ അങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ്. ആ സങ്കടവും പ്രയാസങ്ങളൊക്കെ തലയിലേറ്റ് വലിയ ഭാരവുമായി വീട്ടിലേക്ക് വരുമ്പോൾ, മോളെ നിൻ്റെ തലോടലാണ് വേണ്ടത് മോളെ, മാഷാ അല്ലാഹ്, സന്തോഷിപ്പിച്ച് ഒരു ചായ കുടിച്ച്, ചായ വേണോ, ഹോർലിക്സ് വേണോ, ഹോർലിക്സ് ഇല്ലെങ്കിലും ചോദ്യം മോശമാക്കണ്ട. അങ്ങനെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത്രയുള്ള കുടുംബജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് രസകരമായിട്ട്. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയാര് തങ്ങൾ നല്ല വിറ്റടിക്കും, നല്ല കവിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ. അലിയാർ തങ്ങളുടെ കവിത ധാരാളമുണ്ട്. ഒരു ദിവസം അലി ഫാത്തിമ
റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റാ ബിൻത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു. ഫാത്തിമ മോള് ഭൂലോക സുന്ദരിയാണ്. ഫാത്തിമ ബി ആരെ മോളാ? ലോകത്തിൻ്റെ നേതാവ് സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹ് മുസ്തഫാ നബി തങ്ങളുടെ മോളല്ലേ, ഭൂലോക സുന്ദരിയാണ്. ഫാത്തിമ ബിവി അലിയാരതങ്ങൾ ധീരനാണ്, നല്ല ഭക്തനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് നല്ല ധീരനാണ്. ഖൈബറിൻ കോട്ടയുടെ കതകും പറിച്ചെടുത്ത് ദുൽഫുഖാർ വാളുമേന്തി അലിവോലിയേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഒരു ദിവസവും അലിയാരതങ്ങൾ ഫാത്തിമാവിയും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ, രസകരമായൊരു ഫാമിലി മീറ്റിംഗ്. അപ്പോൾ അതിൽ സംസാരത്തിനിടയിൽ അലിയാരതങ്ങൾ ചെറിയൊരു വിറ്റടിച്ച്. ഈ അറബികൾക്ക് പൊതുവേ ബെയ്ത്തുകളോട് ഭയങ്കര ഇഷ്ടമാണ്, ഷോറാവാണ്, പാട്ട് വേഗം പാടും. അറബിയിൽ നല്ല കഴിവാണ് എല്ലാവർക്കും, ചെറിയ മക്കൾക്ക് പോലും അറബിയിൽ നല്ല കഴിവാണ്. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഒരു പാട്ട് പാടി. എന്താ? ഇന്നന്നിസാ ശയാത്തീനുൻ ഖുലിഖ്ന ലക്കും നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനീൻ. ഇന്നൻ ഫാത്തിമ, ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ, ഇന്നന്നിസാ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ശയാത്തീന് ഒരു തരം ശൈത്താൻ്റെ സ്വഭാവമുള്ളവരാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഫാത്തിമ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീൻ, എല്ലാ ശൈത്താന്മാരെ ഷർറിനെ തൊട്ട് ഞാൻ അല്ലാഹുവോട് അഭയം തേടുന്നു എന്ന് അലിയാരതങ്ങളെന്ന് ചിരിച്ചങ്ങ് പാടി. ഇന്നന്നിസാ ശയാത്തീനുൻ ഖുലിഖ്ന ലക്കും നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീൻ. അലിയാരതങ്ങൾ പാടി. അതേ നാണയത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ ബിൻത് റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മോളല്ലേ, നല്ലൊരു മറുപടി, പാട്ടിന് പാട്ട് കൊണ്ട് തന്നെ മറുപടി. ഫാത്തിമ മോള് പാടുകയാണ്. ഇന്നന്നിസാറയാഹിനുൻ ഖുലിഖ്ന ലക്കും വകുല്ലുകും വകുല്ലുഹും തസ്തഹി ശമ്മറയാഹിനി. എന്നാലേ അലിയാരതങ്ങളെ, ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇന്നന്നിസാറയാഹിനുൻ, നല്ല സുഗന്ധം അടിച്ചു വീശുന്ന റൈഹാൻ പുഷ്പങ്ങളാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് പഠിച്ചതാണ്. വകുല്ലുകും തസ്തഹി, നിങ്ങളാകുന്ന ആണുങ്ങളാകുന്ന എല്ലാവരും ഈ സുഗന്ധം അടിച്ചു വീശുന്ന സ്ത്രീകളാകുന്ന പെണ്ണുങ്ങളോട് ആഗ്രഹിക്കുന്നവരാണ്, അതിൻ്റെ സുഗന്ധം ആഗ്രഹിക്കുന്നവരാണ്. ഇന്നന്നിസാറയാഹിനുൻ ഖുലിഖ്ന ലക്കും വകുല്ലുകും തസ്തഹി ശമ്മറയാഹിനി എന്ന് പാടിയത്. അല്ലാതെ സംഭവമാണ്. അപ്പോൾ ഒരു തമാശ വിറ്റൊക്കെ ആവശ്യമാണ്.